കാസിയോ ഫോറസ്റ്റർ. ഈ വാച്ച് നിങ്ങൾ അധികം കാണാൻ സാധ്യതയില്ല. ഇന്ത്യയിൽ വിൽപ്പന ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചൂടൊപ്പം പോലെ വിറ്റുപോകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വാച്ചാണിത്. FT500WC. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇരട്ട ചങ്കുള്ള കാട്ടുവാച്ച് എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 42mm റെസിൻ ബിൽറ്റ് വാച്ചാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇഷ്ടമുള്ളവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്ഫെറിക്കൽ ഷേപ്പുള്ള റെസിൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൈലോൺ ആൻഡ് ലെതർ കോമ്പിനേഷനിലുള്ള സ്ട്രാപ്പ് ആണ്. ഇതൊരു ഫീൽഡ് വാച്ച് ആണ്. എന്താണ് ഫീൽഡ് വാച്ച് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കാം. വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയാനില്ല. ഇതൊരു പ്രോപ്പർ ഫീൽഡ് വാച്ച് ആണ്. ഇതിൽ നാറ്റോ സ്റ്റൈൽ നൈലോൺ സ്ട്രാപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാച്ച് 3 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഒരു ഫുൾ ബ്ലാക്ക് വേർഷൻ, പിന്നെ മണ്ണിന്റെ കളറുള്ള ഒരെണ്ണമുണ്ട്, പിന്നെ ഈ മിലിറ്ററി ഗ്രീൻ കളറും. ഈ ഫോറസ്റ്റർ എന്ന പേരിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഈ ഗ്രീൻ കളർ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഗ്രീൻ വാങ്ങിയത്. GPS ഒന്നും അത്ര സാധാരണ അല്ലാണ്ടിരുന്ന 90കളിൽ ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, എക്സ്പ്ലോറേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഫോർഡബിൾ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് കാസിയോ ഈ ഒരു വാച്ച് കൊണ്ടുവരുന്നത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. കാഴ്ചയിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും F91W ഒരു വലിയ വാച്ചാണത്. 3 ഹാൻഡ് അനലോഗ് വാച്ചാണ്. ഡേറ്റ് കാണിക്കും. ഒരു പ്രോപ്പർ ഫീൽഡ് വാച്ച് പോലെ തന്നെ 24 അവർ ടൈമും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിൽ മുകളിലായിട്ട് ഫോറസ്റ്റർ എന്നുള്ള ഒരു എഴുത്ത് കാണാം. താഴെ ഇവിടെ 2 പൈൻ മരങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഫോറസ്റ്ററിന്റെ ലോഗോ കാണാൻ പറ്റും. ഇതേ ലോഗോ കേസ് ബാക്കിലും എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്പെഷ്യൽ ടച്ച് കൊടുക്കുന്നുണ്ട് ഈ വാച്ചിന്. കാർഡിന്റെ കളറുള്ള സ്ട്രാപ്പാണ്. ഇതിന്റെ ബക്കിളും പ്ലാസ്റ്റിക് ആണ്. 100 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള ഒരു വാച്ചാണ്. കഷ്ടിച്ച് 13mm തിക്നെസ് മാത്രമേ ഈ വാച്ചിനുള്ളൂ. അതുപോലെ തന്നെ +or-20 seconds per month ആണ് ഈ വാച്ചിന്റെ ആക്യുറസി. അതൊരു അത്യാവശ്യം നല്ല ആക്യുറസി ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതൊരു ഇലുമിനേറ്റർ ടൈപ്പ് വാച്ചാണെന്നുള്ളതാണ്. സാധാരണ വാച്ചുകളിൽ 3 o'clockലാണ് ക്രൗൺ ഉണ്ടാവുക. ഇതിൽ അല്പം ഓഫ്സെറ്റ് ആയിട്ട് 4 o'clockലാണ് ക്രൗൺ കൊടുത്തിരിക്കുന്നത്. 3 o'clockൽ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ ലൈറ്റ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. 6 o'clockന് താഴെയായിട്ടാണ് ഇതിന്റെ ലൈറ്റ് ഉള്ളത്. ഒരു കിഡിലൻ ആംബർ കളർ LED ലൈറ്റ് ആണ്. സൂപ്പർ വിസിബിൾ ആണ്. ഈ ലൈറ്റ് നമ്മൾ റിലീസ് ചെയ്താലും പതുക്കെ ഫേഡ് ആയിട്ട് ഓഫ് ആയി പോകുന്നുള്ളൂ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതിന്റെ ഡയലിലോ സൂചികളിലോ ലൂം ഇല്ല കേട്ടോ. പിന്നെ ഈ ലൈറ്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യണോ അത്ര നേരം ലൈറ്റ് കത്തി തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ് ഈ വാച്ചിനെ ഇരട്ടച്ചങ്കുള്ള കാട്ടുവാച്ച് എന്ന് വിളിക്കാൻ കാരണം? കാട്ടുവാച്ച് എന്ന് വിളിക്കുന്നത് ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ഫോറസ്റ്റർ എന്നുള്ള പേരുള്ളതുകൊണ്ട് വിളിച്ചതാണ്. പക്ഷേ ഇരട്ടച്ചങ്കുള്ള വാച്ച് എന്ന് വിളിക്കാൻ കാരണം ഈ വാച്ചിൽ 2 ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ കോഡ്സ് മൂവ്മെന്റ് വർക്ക് ചെയ്യാനായിട്ട് ഒരു ബാറ്ററിയും ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാറ്ററിയാണ്. ലൈറ്റ് നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ബാറ്ററി തീർന്നു പോയാലും വാച്ച് തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ വാച്ചിന്റെ ബാറ്ററി ലൈഫ് 3 വർഷമാണ്. ഇതിൽ ലൈറ്റിന്റെ ബാറ്ററി ലൈഫ് എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ദിവസേന ഒരു 9 സെക്കൻഡ് വെച്ച് ഈ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 വർഷം ബാറ്ററി കിട്ടുന്നതാണ് പറയുന്നത് കാസിയോ ആയതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. 80% പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഭാരം വളരെ കുറവാണ്. വെറും 31 ഗ്രാം മാത്രമേ ഭാരമുള്ളൂ. ഇന്ത്യയിൽ സെയിലില്ലെങ്കിലും ഏകദേശം 3000 രൂപയുടെ അടുത്താണ് ഈ വാച്ചിന്റെ വില. ഈ വാച്ചിന്റെ സ്ട്രാപ്പ് കാണുമ്പോൾ നമുക്ക് മോഹൻലാലിന്റെ മറ്റേ ഡയലോഗാണ് ഓർമ്മ വരാം. വാച്ച് കാർട്ടിയറ 1.5 ലക്ഷം രൂപ വില വരും എന്ന് പറഞ്ഞിട്ട് ഊരി വെക്കില്ലേ, ആ ഒരു സീനാണ് നമുക്ക് ഓർമ്മ വരാം. കാരണം വെൽക്രോ ആണല്ലോ. ഒരിടത്തും കളർ കോട്ടഡ് അല്ല, പെയിന്റഡ് അല്ല. അതുകൊണ്ട് തന്നെ കളർ പോകുന്നുള്ള യാതൊരു പേടിയും വേണ്ട. റെസിൻ ഗ്ലാസ് ആയതുകൊണ്ട് പോറിൽ വീഴും. പിന്നെ സ്പെറിക്കൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ഗ്ലാസ് കൊട്ടിക്കാൻ പ്രയാസമാണ്. ഇനി ഈ വാച്ച് വാങ്ങണം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. നല്ല കിഡിലൻ വാച്ചാണ്. ഇതൊരു കളക്റ്റബിൾ ഐറ്റം ആയിട്ട് വാങ്ങാവുന്ന ഒരു വാച്ചാണ്. നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു വാച്ച് ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു വാച്ച് വാങ്ങാൻ പ്ലാൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഒരു കളക്റ്റബിൾ ഐറ്റം ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു നല്ല വാച്ചാണത്. ഈ വാച്ചിന്റെ ഫുൾ ബ്ലാക്ക് മോഡൽ വാങ്ങാൻ പ്ലാൻ ചെയ്യണവരോട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് അതിന്റെ ഡയലും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഡയലിൽ ഇതിന്റെ ലൈറ്റ് കുറച്ച് കുറവായിട്ട് തോന്നും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഈ മോഡലിലും ഇതിന്റെ ഈ സാൻഡ് കളർ മോഡലിലും ഡയല് ലൈറ്റ് കളർ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഉപയോഗിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്. അതിന്റെ കാരണം ഇതിന്റെ സ്ട്രാപ്പും പിന്നെ ഇതിന്റെ ലൈറ്റ് വെയിറ്റും ആണ്. യൂറോപ്പിലും അമേരിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഈ വാച്ച് അവൈലബിൾ ആണ്. അതേസമയം ഇന്ത്യയിൽ ഇത് ഒഫീഷ്യലി സെയിലിൽ ഇല്ലാത്തൊരു വാച്ചാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഇത് കാണുകയാണെങ്കിൽ തന്നെ അതിന്റെ ആധികാരികത നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ടൈപ്പിലൊന്നുമില്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാവുന്ന ഒരു സോഴ്സിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.